ഏഷ്യാനെറ്റ് ചാനലിലെ കോഴിക്കോട് ബ്യൂറോയിൽ നടന്ന തമ്മിൽത്തല്ല് കേസ്, അതിൽ റീജിയണൽ ചീഫായിട്ടുള്ള ഷാജഹാൻ കാളിയത്തിന്റെ പല്ലുപോയ സംഭവത്തിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ തല്ല് കൊടുത്തവന്റെ ഭാഗത്താണ് ന്യായമെന്ന് മനസ്സിലാക്കുകയാണ്. തല്ല് കൊണ്ടത് കുറഞ്ഞു പോയിരിക്കണം. ചില അധികാര കസേരയിലിരുന്ന് മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ സഹികെട്ടാണ് ഇങ്ങനെ ഒരു കയ്യേറ്റം ചെയ്യേണ്ടി വന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കാൻ, അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അതും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ച് ആ പോസ്റ്റ് വായിക്കുമ്പോൾ രണ്ടെണ്ണം കൂടി കൂടുതൽ കൊടുക്കണമെന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും അത് വായിക്കുമ്പോഴാണ് അറിഞ്ഞത്, ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള സുരേഷ് എന്ന വ്യക്തിയെ മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. തൊഴിൽ പീഡനം. അതിൽ ഗതികെട്ടാണ് നിർവാഹമില്ലാതെ കൈവച്ചു പോയതും. എന്തായാലും രഘു മട്ടുമ്മൽ എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെല്ലും പതിരും തിരിയാനാകും, അല്ലെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ്: ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കോഴിക്കോട് ഓഫീസിൽ നടന്ന സംഭവം മാധ്യമ പ്രവർത്തന രംഗത്ത് നടക്കുന്ന കൊടിയ തൊഴിൽ ചൂഷണത്തിന്റെ പ്രത്യാഘാതം കൂടിയാണ്.